ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ജുവും ദിലീപും തമ്മിൽ നേരിട്ട് കണ്ടതും സംസാരിച്ചതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ മഞ്ജുവിൻ്റെ പുതിയ ഓണാഘോഷത്തിന് വീട്ടിലെത്തിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഞെട്ടിച്ചത്. ഈ വീഡിയോയിൽ ഒരിക്കലും മീനാക്ഷി ദിലീപിനെ കാണാൻ കഴിയുന്നില്ല. തൻ്റെ നായ്ക്കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കുന്ന മഞ്ജുവിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വലിയ രീതിയിലുള്ള വരവേൽപ്പാണ് നൽകിയത്. ഒരുപാട് നല്ല കമൻറ്റുകൾ മഞ്ജുവിൻ്റെ ഈ പോസ്റ്റിന് കീഴിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മഞ്ജുവിൻ്റെ സ്വത്തുക്കളെക്കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയ നിറയെ. പിതാവ് ദിലീപിൻ്റെ ഒരുപാട് സ്വത്തുക്കൾ ഉള്ളപ്പോൾ മീനാക്ഷിക്ക് എന്തിനാണ് മഞ്ജുവിൻ്റെ സ്വത്ത് എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. മഞ്ജു വാര്യർ തൻ്റെ അനന്തരവളായ ആവണി വാര്യർക്കാണ് സ്വത്ത് മുഴുവൻ എഴുതി വയ്ക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന ചർച്ചയിലാണ് സോഷ്യൽ മീഡിയ. മധു വാര്യരുടെ പുത്രി ആവണി വാര്യരും മഞ്ജുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. പലപ്പോഴും മഞ്ജു ആവണിയുമൊത്തുള്ള വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. മധു വാര്യരെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് തൻ്റെ സഹോദരി മഞ്ജു എന്നാണ് മധു വാര്യർ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞത്. അത്രയധികം മഞ്ജു എന്ന സഹോദരിയെയും കുഞ്ഞനിയത്തിയെയും മധു വാര്യർ ഇഷ്ടപ്പെടുന്നു. അവർ തമ്മിലുള്ള സ്നേഹബന്ധം വളരെ വലുതാണ്. മധു വാര്യർ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിൽ മഞ്ജുവും ബിജുമേനോനുമായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഇനിയും പുതിയ പടം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മധു വാര്യർ. മഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 150 കോടി രൂപയുടെ ആസ്തിയാണ് മഞ്ജു വാര്യർക്കുള്ളത്. ഇപ്പോഴും കൈനിറിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴിലും ഹിന്ദിയിലുമെല്ലാം തിരക്കുള്ള നടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യർ. മഞ്ജുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വത്തിനോടോ ആർഭാടങ്ങളോടോ ഒന്നിനോടും വലിയ താല്പര്യമുള്ള ആളല്ല മഞ്ജു വാര്യർ. ലളിതമായ ജീവിതം നയിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളെല്ലാം മകൾ മീനാക്ഷിക്കാണോ അതോ ആവണിക്കാണോ വരാൻ പോകുന്നത് എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയ നിറയെ.